ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നിങ്ങൾ ഹൃതിക് റോഷന്റെ സൂപ്പർ 30 എന്ന് പറയുന്ന ഒരു സിനിമ 2019 ഇറങ്ങിയതാണ്. അത് കണ്ടിട്ടുണ്ടായിരുന്നോ? ആ സിനിമ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ ലൈഫ് ഓഫ് എൻ ഏജ് മാത്തമാറ്റീഷ്യൻ ആനന്ദ് കുമാർ. ആള് ഒരു 30 അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്ത് ട്രെയിനിങ് കൊടുത്തു, കോച്ചിങ് കൊടുത്തു. ഏതിന്? JEE. അതായത് വൺ ഓഫ് ദ ടഫസ്റ്റ് എൻട്രൻസ് എക്സാംസ് ഇൻ ഇന്ത്യ. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഈ 30 കുട്ടികൾക്കും IITസിലാണ് അഡ്മിഷൻ കിട്ടിയത്. അതിനകത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, പ്രയാസ് और सफलता के बीच में एक ही नंबर का फर्क होता है. എന്താ മീനിങ്? ദർ ഈസ് ഓൺലി 1 മാർക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ അറ്റംപ്റ്റ് ആൻഡ് സക്സസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ഡീപ്പായിട്ടുള്ള മീനിങ് ആണ് അതിനകത്ത് പറയുന്നത് എന്നുള്ളത്. അതായത് നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കേരള PSCയുടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന എക്സാം, അതിനകത്ത് നമുക്ക് 3 വിഷയങ്ങളാണ് വരുന്നത്: മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. നിങ്ങൾ ഈ ഒരു സമയത്ത് ഇടുന്ന ഒരു എഫേർട്ട്, അത് നിങ്ങൾക്ക് അതേ രീതിയിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ, OMR ഷീറ്റിൽ റിഫ്ലക്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരൊറ്റ മാർക്കിന്റെ ഡിഫറൻസ് ഉണ്ടല്ലോ, നമ്മുടെ കേസിലാണെങ്കിൽ ഒറ്റ മാർക്കിന്റെ ഡിഫറൻസ് അല്ല, നമ്മള് 1/3 ആണ് നെഗറ്റീവ് വരുന്നത് നമ്മുടെ എക്സാമിനകത്ത്. റോങ് ആൻസറിന് 1/3 നെഗറ്റീവ് മാർക്ക് വരും, റൈറ്റ് ആൻസറിന് 1 മാർക്കാണ് വരുന്നത്. സോ കെയർഫുള്ളി എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നു എന്നതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമ്മുടെ പെർഫോമൻസ്. ഓക്കെ. സോ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നീറ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ പഠിച്ച് റിവിഷനും കൂടെ ചെയ്തു കഴിഞ്ഞെന്ന് വെച്ചാല് ഞാൻ വിശ്വസിക്കുന്നു യു ഗൈസ് ക്യാൻ ക്രാക്ക് ദിസ് എക്സാം. ഈ നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ട് നമ്മുടെ മെറ്റീരിയൽസ് വാങ്ങിച്ച്, അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ ക്യാപ്സ്യൂൾസും കണ്ടന്റ്സും എല്ലാം വാങ്ങിച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ചെയ്ത് പഠിച്ച കുട്ടികൾ, അവരെല്ലാം റാങ്ക് ലിസ്റ്റിൽ വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ എക്സാമിന്. അപ്പോൾ Day 9 of 14 days ഡ്യുവൽ ലാബ് വിത്ത് ക്ലിക്കിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ. ഇനി ആകെ നമുക്ക് ഒരു സബ്ജക്റ്റേ കവർ ചെയ്യാനുള്ളൂ. Day 8 കൂടെ നമ്മുടെ കെമിസ്ട്രിയും കഴിഞ്ഞു. ഫിസിക്സ് നമ്മുടെ നേരത്തെ തീർന്നിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രി 8th ഡേയോട് കൂടെ കഴിഞ്ഞു. ഇന്നാണ് 8th ഡേ കഴിയുന്നതോടെ നിങ്ങളുടെ കെമിസ്ട്രി കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കണം. ഒരു ടൈമെങ്കിലും വായിച്ചെത്തിയിരിക്കണം നിങ്ങൾ. Day 9 ഇനി നമുക്ക് എന്താണ് പെൻഡിങ് ആയിട്ടുള്ളത്? മാത്തമാറ്റിക്സ് ഓൺലി. മാത്തമാറ്റിക്സിലെ 5th മൊഡ്യൂൾ വിച്ച് ഈസ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. അത് എന്ന് പറയുന്നത് ഏതാണ്ട് ഫ്യൂ മിനിറ്റ്സേ ഉള്ളൂ. അതിനകത്ത് എന്താ പറയുക, ലെക്ചേഴ്സും അതുപോലെ തന്നെ MCQസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള 2 വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മേ ബി 1 hour അല്ലെങ്കിൽ ഒരു ലെസ് ദാൻ 70 minutes വരുമായിരിക്കും ആ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ പഠിക്കുക. അതോടുകൂടെ ഓൺ Day 9 നമ്മൾ എൻറ്റയർ സിലബസ് ഒറ്റത്തവണ പഠിച്ചെത്തിച്ചിരിക്കുകയാണ്. ഓക്കെ. ഇനി മാൻഡേറ്ററി റിവിഷൻ ഉണ്ട് Day 9. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ നമ്മൾ 4th മൊഡ്യൂള് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടല്ലോ, അത് തന്നെയാണ് നോക്കുന്നത്. അതിനകത്ത് ബേസിക്സ് ഓഫ് പ്രോബബിലിറ്റി, ഇൻഡിപെൻഡന്റ് ഈവൻസ്, കണ്ടീഷണൽ പ്രോബബിലിറ്റി, ബേസ് തിയറം, കണ്ടീഷണൽ പ്രോബബിലിറ്റി പറഞ്ഞതാണല്ലോ അല്ലെ, ടോട്ടൽ പ്രോബബിലിറ്റി തിയറംസ്, അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്, എക്സ്പെക്ടേഷൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ, എക്സെട്ര. പിന്നെ നമ്മൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എടുക്കുവാണെങ്കിൽ സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ. മൊഡ്യൂൾ 2 ഇൻട്രൻസിക്കും എക്സ്ട്രിൻസിക്കും ഉണ്ട്. അതുപോലെ PN ജംഗ്ഷൻ പഠിക്കാനുണ്ട്, അതിന്റെ ബയസിങ്, ഒരു ജംഗ്ഷന്റെ ബയസിങ് പഠിക്കാനുണ്ട്, IV ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ അതും പഠിക്കാനുണ്ട്. ഓക്കെ. ഇനി എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഗ്ലാസ്, പോളിമേഴ്സ് കംപ്ലീറ്റ്ലി, അതുപോലെ തന്നെ തെർമൽ അനാലിസിസ്, അതിനകത്ത് പ്രിൻസിപ്പിൾ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് TGA, DTA അതൊക്കെ പഠിക്കണം. പ്ലസ് ക്രൊമാറ്റോഗ്രഫി പഠിക്കാനുണ്ട് അതിനകത്ത്, അതുപോലെ തന്നെ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ഇത്രയുമാണ് നമ്മൾ Day 9 കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല ഈ വീഡിയോക്കകത്ത്. പ്രിസൈസ് ആയിട്ട്
ഞാൻ എന്താണ് നമുക്ക് 9th ഡേ പഠിക്കാനുള്ളത് എന്ന് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. എനിക്ക് ഈ എക്സാമിനോട് അടുക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, ടു ബി ഫ്രാങ്ക്. നമ്മൾ ഡെലിവർ ചെയ്ത കണ്ടന്റ്സിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് ഈ എക്സാമിന് വരും എന്ന കാര്യത്തിൽ 100% നമ്മുടെ ക്വസ്റ്റ്യൻസ് തന്നെ 100% നമ്മൾ പഠിച്ച കണ്ടന്റ്സ് തന്നെ വരണമേ ദൈവമേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണേ. ഓക്കെ. അതുപോലെ തന്നെ എന്താ പറയാ, എക്സാമിന് വേണ്ടിയിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ചോദിച്ചിട്ട് കുട്ടികൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ ഏർലിയസ്റ്റ് ഞാനത് പ്രൊവൈഡ് ചെയ്തിരിക്കും. എക്സാമിന്റെ ഒരു 2-3 ദിവസം മുന്നേ 15-ാം തീയതിയോ മറ്റോ ആയിട്ട് നമുക്ക് ആ വീഡിയോ ചെയ്യാം. വേറെ ഒന്നും കൊണ്ടല്ല, അത് ചെയ്ത് അത് പിന്നെ ഇടയ്ക്ക് കയറി അത് ചെയ്യണ്ട എന്ന് കരുതിക്കൊണ്ട് തന്നെ മനഃപൂർവ്വമാണ് അത് 15-ാം തീയതിക്ക് വെച്ചിരിക്കുന്നത്. 15, 16, 17 ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ സാധിക്കുമെങ്കിൽ നമ്മുടെ ഷെഡ്യൂൾ ഫോളോ ചെയ്യാതെ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, റിവൈസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് മച്ച് ബെറ്റർ. നമ്മൾ എക്സാമിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, കാമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡോട് കൂടെ നമ്മുടെ പ്രവൃത്തിയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എല്ലാ ഡിസ്ട്രാക്ഷൻസും അങ്ങോട്ടേക്ക് നീക്കി വെച്ച് ഹാപ്പിലി മൈൻഡിനെ ഫുൾ ക്ലിയർ ആക്കി ഫോക്കസ് ചെയ്ത് പഠിക്കുക. വേറെ നിവർത്തി ഒന്നുമില്ല. നിങ്ങൾ നിർബന്ധമായി പഠിച്ചേ പറ്റൂ. നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തുകൊണ്ട് ഈ എക്സാമിന് പഠിക്കാനായിട്ട് തീരുമാനിച്ചു എന്നുള്ളത്. ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഉണ്ടായിട്ടുള്ള ആ റീസൺ, ആ ഒരൊറ്റ റീസൺ, അത് മതി നമുക്ക് എന്ത് മോട്ടിവേഷന് വേണ്ടിയിട്ട്. ഓക്കെ. സോ ഐ എം വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ ഹിയർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും പ്ലീസ് ഡു ആസ്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാണ്, വീഡിയോ അങ്ങ് എൻഡ് ചെയ്യുന്നതിന് മുൻപ്. ഞാൻ ബേസിക്കലി ലാസ്റ്റ് മൊമെന്റ് വരെയും ഹോപ്പ് കൈവിടാത്ത ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. ഓക്കെ. മിഷൻ 11 എന്ന് പറയുന്നത് പ്രപ്പോസ് ചെയ്യുമ്പോഴും, അത് കഴിഞ്ഞ് 25 days സ്പ്രിന്റ് വിത്ത് ക്ലിക്ക് അത് പ്രപ്പോസ് ചെയ്യുമ്പോഴും, ഇപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന 14 days ഡ്യുവൽ ലാബ് പ്രപ്പോസ് ചെയ്യുമ്പോഴും എല്ലാം എന്റെ മനസ്സിൽ ആ ഹോപ്പാണ്. അതായത് എന്ന് നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്തു എന്നതല്ല, നമ്മള് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എത്ര എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റ്ലി നമുക്ക് കണ്ടന്റ്സ് കവർ ചെയ്യാനായിട്ട് സാധിച്ചു. ലോജിക്കലി ഓരോ കണ്ടന്റ്സും അപ്രോച്ച് ചെയ്യാനും, അതുപോലെ തന്നെ ആ ഫണ്ടമെന്റൽസ് എന്താണോ അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും സാധിച്ചോ, അത്രയാണ്. ദാറ്റ് ഈസ് ദ ഓൺലി തിങ് ഡസ് മാറ്റർ. അല്ലാതെ 3 മാസം മുന്നേ കോച്ചിങ് തുടങ്ങിയവര് അതൊരു മാറ്റർ അല്ല. 25 ദിവസം തുടങ്ങിയത് ഒരു മാറ്ററേ അല്ല. 2 weeks ഒരു മാറ്ററേ അല്ല. 5 days നോട്ട് എ മാറ്റർ അറ്റ് ഓൾ. ലാസ്റ്റ് ഡേ, പ്രീവിയസ് ഡേ ബൈ ലക്കിലി ഞാൻ നോക്കുന്നത് മാത്രമാണ് എക്സാമിന് വന്നതെങ്കിൽ എങ്ങനെ ഇരിക്കും? പിന്നെ എന്താ പറയാ, അപ്പൊ എല്ലാവരും ഓക്കെ, ഞാനിപ്പോ സീരിയസ്ലി വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ ആസ് യൂഷ്വൽ, സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. Stay focused on what really matters. I do mean it. Okay, bye for now.